കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. പൊന്നുഗുരുവായൂരപ്പനെന്ന് ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. പൊന്നുഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, ഞങ്ങളെ കൂടെ ഉണ്ടാവണേ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്, നല്ല സന്തോഷവും കണ്ടാൽ തന്നെ അത്ര രസമായിട്ടാണ് ചാർത്തിരിക്കുന്നത്. പൊന്നുഗുരുവായൂരപ്പനെ തൃക്കാക്കൽ തളകൾ ചാർത്തിയിട്ടുണ്ട്. കാലുമില് മഞ്ഞപ്പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്, കസവോട് കൂടിയുള്ള മഞ്ഞപ്പട്ട്. ഈ കളഭത്തിന് മുകളിൽ കസങ്ങനെ ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പം മഞ്ഞപ്പട്ട് ഞൊറിഞ്ഞെടുത്ത പാളസാർ പോലെ എടുത്തിരിക്കുകയാണ്. അരയിലേക്ക് ഇങ്ങനെ കാണാണ്ട് കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല, ഒരു പതക്കം പോലത്തെ ഒരു മാല, ഒരു കാശിമാല പോലത്തെ ഒരു മാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാല, കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഇന്ന് പൊന്നുഗുരുവായൂരപ്പൻ ചതുർബാഹുവായിട്ട് നാരായണനായിട്ടാണ് ഇന്ന് ശ്രീലകത്ത് നിൽക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്ത് നിൽക്കുന്ന ആ നാരായണൻ ശംഖചക്ര ഗതാപത്മത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. ശംഖും ചക്രം സ്വർണത്തിന് കൊടുത്തിട്ടുണ്ട്. ഗതചന്ദനം കൊണ്ടാണ് ചാർത്തിരിക്കുന്നത്. പത്മം ഒരു താമരപ്പൂ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ശംഖചക്ര ഗതാപത്മത്തോടുകൂടി നമ്മുടെ പൊന്നുഗുരുവായൂരപ്പൻ ഇന്ന് ശ്രീലകത്ത് നാരായണനായിട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് കേട്ടോ. സന്തോഷവും കണ്ടല്ലോ, അത്ര രസമായിട്ട് ചാർത്തിയിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കള്, നെറ്റീമിൽ സ്വർണ്ണഗോപി, മന്ദഹാസം. എന്താ മന്ദഹാസം! മനസ്സിൽ വിഷമങ്ങളൊക്കെയാണ് മാറ്റിത്തരണ പുഞ്ചിരിയോടുകൂടി നിൽക്കണം. ആ പൊന്നുഗുരുവായൂരപ്പൻ്റെ തിരുമുഖം കണ്ടാൽ തന്നെ മനസ്സിന് നല്ല സന്തോഷമാണ്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നും കിരീടത്തിന് മുകളിൽ ആ 2 തിരുമുടിമാലകൾ, തെച്ചിയും തുളസിയായിട്ടൊരു തിരുമുടിമാല, പിന്നെ വെളുത്ത പൂവും തുളസിയായിട്ടൊരു തിരുമുടിമാല. അങ്ങനെ 2 തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട്. കഴുത്തിന് നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകളാണ്. ഒന്ന് താമര, തെച്ചി, തുളസി അങ്ങനെയായിട്ടൊന്ന്, മറ്റേത് വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതൊന്ന്. അങ്ങനെ 2 ഉണ്ടമാലകൾ കഴുത്തിൽ ചാർത്തിയിട്ടുണ്ട്. 2 തിരുമുടിമാലകളും 2 ഉണ്ടമാലകളാണ് ചാർത്തിയിരിക്കുന്നത് കേട്ടോ. പൊന്നുഗുരുവായൂരപ്പന് നാരായണന്. അതുപോലെ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് 5-6 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. വെളുത്ത പൂ മാത്രമായിട്ട്, അതിലവട്ട പൂ മാത്രമായിട്ടുള്ളതൊന്ന്, പിന്നെ തുളസിയും തെച്ചിയായിട്ടുള്ളതൊന്ന്, പിന്നെ താമരയും തുളസിയായിട്ടുള്ളതൊന്ന്, പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ടുള്ള ഒരു 3 എണ്ണം. അങ്ങനെ 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തേക്ക് നോക്കിയാൽ ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെ കിടന്നുകൊണ്ട് നമ്മുടെ പൊന്നുഗുരുവായൂരപ്പൻ ശംഖചക്ര ഗതാപത്മത്തോടുകൂടി നാരായണനായിട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. നല്ല സന്തോഷവും കണ്ടാൽ അത്ര രസമായിട്ടാണ് ചാർത്തിരിക്കണേ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. കാലൊച്ചപ്പാട് കൂടാതടവട് തണലിൽ സൗഖ്യമായിട്ടുറങ്ങും കാലിക്കുഞ്ഞിൻ്റെ പിന്നിൽ കളവൊട് കളിയായി ചെന്നു കൈക്കൊണ്ട് മെല്ലെ വാലിൽ സ്പർശിക്കേ വല്ലാതത് വെറുളിയെടുത്തോടിടുമ്പോൾ അതിന്മേൽ ചേലിൽ തൂങ്ങിച്ചിരിക്കും വലിയ വികൃതിയാം ബാലനാലംബനമ്മേ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നുഗുരുവായൂരപ്പൻ എന്ന ചതുർബാഹുവായിട്ട് നാരായണനായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ശംഖചക്ര ഗതാപത്മത്തോട് കൂടിക്കുന്ന ആ നാരായണൻ്റെ തൃപ്പാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കാം നമുക്ക്. ആ നാരായണൻ്റെ തൃപ്പാദം 2 മുറുകെ പിടിച്ചാൽ തിരുമുഖം നോക്കുക. കരുണാർദ്രമായ നോട്ടത്തോടു കൂടി നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ട് പുഞ്ചിരി തൂകിയും കൊണ്ട് നിൽക്കണം. ആ പൊന്നുഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി, ഭക്തി ഉണ്ടാക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി, നാമം ജപിക്കാൻ തോന്നിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആ 2 തൃക്കാലും മുറുകെ പിടിച്ച് ആ കണ്ണൻ്റെ തൃപ്പാദം ആശ്രയം എന്നുള്ള ഉറപ്പോടുകൂടി കാല് 2 പിടിച്ച് ഉറക്ക നാമം ജപിക്കാൻ നമുക്ക്. ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.